അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് പറയാനറിയില്ല. അന്ന് നമ്മൾ ഈ മരണ വീടുകളിൽ പോയിരുന്നു. അപ്പോൾ ഈ അതിനുവേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെ സഹായിച്ചിരുന്നു. അല്ലാതെ ഞാൻ അത് ചെയ്തിരുന്നു എന്ന് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ നമ്മൾ അവരോട് കൂടുതൽ അടുത്ത് ഇടപഴകിയിരുന്നു. അന്ത്യേഷ്ടി ശവസംസ്കാരം ചെയ്യുന്നിടത്ത് കുഴിയെടുക്കുകയും അല്ലെങ്കിൽ വിറകെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് സമയം കൂടുതൽ അവിടെ അവരുടെ കൂടെ ചിലവാക്കിയിരുന്നു. അത് ഈ മരിച്ചാൽ എന്താ ഉണ്ടാവണമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ അന്ന് നമ്മുടെ ധാരണ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് മറ്റുള്ള ആളുകളെക്കാൾ കൂടുതൽ മരണത്തെക്കുറിച്ചൊക്കെ അറിയും. അപ്പോൾ അവരോടിങ്ങനെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ഒരു രഹസ്യം പിടികിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ അന്ന് അങ്ങനെ. പിന്നെ ഇതിനോടൊരു ഇഷ്ടം തോന്നിയിരുന്നു ഇങ്ങനെ ഈ സഹായിക്കണേലും. അങ്ങനെ നമ്മൾ അറിയാതെ ഇതിലേക്ക് ഇങ്ങനെ വന്നു. അങ്ങനെ ആദ്യത്തേന്ന് പറയാൻ നമുക്കങ്ങനെ ഒരു, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ കാര്യങ്ങളിലൊക്കെ പോയി ഇടപെട്ടിരുന്നു. പിന്നെ നമ്മളിത് ഒരു ഇതായിരിക്കും നമ്മുടെ കർമ്മം എന്നൊന്നും അന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടങ്ങനെ കൃത്യം നമ്മൾ ഓർമ്മ വെച്ചിട്ടില്ല. കുറേ ശ്മശാനിൽ വന്നിരിക്കുന്നത് ഒക്കെ വളരെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്തിന് വന്നിട്ടുണ്ട്. അടുത്തൊക്കെ അയൽപ്പക്കത്തൊക്കെ ആളുകൾ മരിക്കുമ്പോൾ അന്ന് ഞാൻ അവർ കൂടെ ഓടി വന്നിട്ട് എനിക്ക് വീട്ടിൽ പോയിട്ട് വഴക്കൊക്കെ കേട്ടിട്ടുണ്ട്. പോകാൻ പാടില്ല കുട്ടികളെന്നൊക്കെ പറഞ്ഞിട്ട്. അമ്മ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞൊക്കെ അവർ കൂടെ പോയി. അത്രയ്ക്ക് അതിൻ്റെ കൃത്യമായിട്ട് ഓർമ്മയില്ല. അല്ല, അതൊന്നും ശരിക്കും ഈ കർമ്മമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യമാണ്. നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയോട് പറഞ്ഞു, ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോഴ്സുകളായിരിക്കുമ്പോൾ, അതുതന്നെയാണോ എനിക്ക് താല്പര്യമുള്ളത്, അതുതന്നെ ആയിരിക്കുമോ എൻ്റെ കർമ്മം എന്നൊക്കെ സ്വയം പരിശോധിച്ചിട്ട് വേണം. അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണോ ചെയ്യുന്നത് അതിനോട് ഇഷ്ടമുള്ള മേഖലയിൽ വേണം നമ്മൾ പഠിക്കാൻ. പണ്ട് പിന്നെ ഗുരുനാഥന്മാർ നമ്മളെ നേരിട്ട് ഒരു കാര്യം പഠിപ്പിക്കുകയല്ല ചെയ്യുക. അവർ നമ്മളെ എല്ലാ മേഖലകളുള്ളൊരു കേന്ദ്രത്തിൽ മാതാപിതാക്കൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏതാണ്ട് 1-2 വർഷത്തോളം അവരെ ഫ്രീ ആയിട്ട് വിടും, ഒരു നിയന്ത്രണവും ഇല്ലാതെ. എന്നിട്ട് ഗുരുനാഥൻ അവിടെയുള്ള വേറൊരു ഗുരുനാഥനോട് പറയും, ഏറ്റവും കൂടുതൽ സമയം ഇവനെവിടെ ചെലവഴിക്കണമെന്ന് ശ്രദ്ധിക്കാൻ പറയും. അപ്പോൾ അവിടെ ഭക്ഷണം പാചകം ചെയ്യുന്നവരുണ്ട്, കൃഷി നടത്തുന്നതുണ്ട്, സൈനിക പരിശീലനം ചെയ്യുന്നുണ്ട്, ആയോധന കലകളുണ്ട്, എഴുത്തുണ്ട്, ലൈബ്രറി ഉണ്ട്, പല സംഗതികളുണ്ട്. ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളിടത്താണ് ഒരാൾ ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കുക. അപ്പോൾ പിന്നീട് ഈ കുട്ടിയോട് എന്താ പഠിക്കേണ്ടത് ചോദിക്കുമ്പോൾ അവൻ പറയുന്ന ഉത്തരവും ഗുരുനാഥൻ കണ്ടെത്തിയ സംഗതി ഒന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഏതൊരു വിഷയം പഠിക്കുമ്പോഴും നമ്മുടെ കർമ്മവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കാനൊരു താല്പര്യം നമ്മൾ ഇന്നിപ്പോൾ അതില്ല. രക്ഷിതാക്കളാണ് തീരുമാനിക്കുന്നത് മക്കളെന്താ പഠിക്കേണ്ടത്. അവരുടെ യാതൊരുവിധ ഇഷ്ടങ്ങളും ചോദിക്കാറുമില്ല. മകൻ ഡോക്ടറാവണമെന്ന് അവർ തീരുമാനിക്കും. വൈദ്യത്തിലൊരു താല്പര്യം ഉണ്ടാവില്ല മകന്. ചിത്രം വരയാൻ താല്പര്യമുള്ള ആളെ കൃഷി പഠിപ്പിക്കും, കൃഷിയിൽ താല്പര്യമുള്ള ആളെ വേറെന്തെങ്കിലും പഠിപ്പിക്കും. അപ്പോൾ വിദ്യാഭ്യാസവും പിന്നെ ഒരു ചെറിയ സമയത്ത് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ഇന്നതാണ് നമ്മുടെ ഇഷ്ടം. എനിക്ക് ഉള്ളിൽ ഈ സംഗതിയുടെ ഒരു അന്വേഷണം ഉണ്ടായിരുന്നു. എന്താണ് മരിച്ചാൽ സംഭവിക്കണം, മരിച്ചാൽ എല്ലാം കഴിഞ്ഞില്ല, അപ്പോൾ പിന്നെ കാണാൻ പറ്റില്ല, ഓർമ്മ മാത്രമായി. അതൊക്കെ ആയിരിക്കും ഒരു പക്ഷേ അങ്ങനെ ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാനുള്ള കാരണം. അപ്പോൾ 10-25 വർഷമായിട്ട് അങ്ങനെ മുഴുവൻ സമയം അത് നമ്മൾ മുഴുവൻ സമയം ചെയ്യാൻ തീരുമാനിക്കലായിരുന്നില്ല. നമുക്ക് മുഴുവൻ സമയം ഇവിടെ നിൽക്കേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക്. പിന്നെ ഇത് നമ്മുടെ ഒരു ഇങ്ങനെ മുഴുവൻ സമയം നിൽക്കുന്ന ഒരു ജോലി ആവുമോ, ആയിത്തീരുകയോ അല്ലെങ്കിൽ
ഇതിൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ഒരു ഓഫീസ് പ്രവർത്തിപ്പിക്കുക, അതൊന്നും നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഈവൻ ആംബുലൻസ്, ഫ്രീസർ സർവീസ്, ഇതൊക്കെ ഇങ്ങനെ വന്ന് അത് അനിവാര്യമായി. നമുക്കത് മരിച്ച ആളുകൾ ഞങ്ങൾക്ക് ആംബുലൻസ് വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ വണ്ടി ഇല്ലെങ്കിൽ എവിടെയാണോ വണ്ടികൾ അവിടുന്ന് നമുക്ക് അത് കൊണ്ടു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരിക. അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവരുടെ മക്കൾ വരുള്ളൂ. അപ്പോൾ മൃതശരീരം കേടുവരാതെ സൂക്ഷിക്കേണ്ടി വരുമ്പോൾ അത് എന്താണോ സൗകര്യം. ഞാൻ പണ്ട് ഈ ഫ്രീസറൊന്നും ഇവിടെ ഇല്ലാത്ത കാലത്ത് തൃശ്ശൂർ പുത്തമ്പള്ളി പോയിട്ട് പള്ളിയുടെ ഈ ക്രിസ്ത്യൻ അവരൊക്കെ ആ കാലത്തൊക്കെ പുറത്തായിരിക്കുമ്പോൾ ഐസ്, സാധാരണ ഐസ് പൊട്ടിച്ചിട്ടിട്ട് ഭൂമിയും ഇതൊക്കെ വെച്ച് ബോഡി കേടുവരാതെ സൂക്ഷിക്കുന്ന സൗകര്യം പണ്ടുണ്ടായിരുന്നു. അന്ന് തൃശ്ശൂർ പോയിട്ട് എനിക്ക് ഒരുപാട് തവണ ഈ ബോക്സ് കൊണ്ടുവരേണ്ടി വന്നിട്ടുണ്ട്. കാരണം അവർ മകൻ വരാൻ വൈകും, അവർ വന്നിട്ട് സംസ്കരിക്കാൻ കഴിയൂ. അപ്പോൾ അത് സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ സൂക്ഷിക്കാൻ ഒരു സംവിധാനമില്ല. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അവിടെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ 2-3 ദിവസം അങ്ങനെ അത് ഐസ് മാറ്റിക്കൊണ്ടിരിക്കണം. അന്നേ ആലോചിച്ചിട്ടുണ്ട് ഇതിങ്ങനെ സൂക്ഷിക്കുന്നൊരു സംവിധാനമൊക്കെ ആവശ്യമില്ല എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. പിന്നീട് നമുക്കത് ചെയ്യേണ്ടി വന്നു. നമ്മളറിയാതെ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്.